ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടൈം, ഡിസ്റ്റൻസ് ആൻഡ് സ്പീഡിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. മിക്ക ചോദ്യങ്ങളും മുന്നേ SSCക്കെല്ലാം ചോദിച്ച ചോദ്യം തന്നെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. എ കാർ കവേഴ്സ് ഫസ്റ്റ് 120 കിലോമീറ്റർ അറ്റ് 60 ആൻഡ് റിമൈനിങ് 120 അറ്റ് 40. ഫൈൻഡ് ആവറേജ് സ്പീഡ്. നമുക്കറിയാം ആവറേജ് സ്പീഡിൻ്റെ ഫോർമുല എന്ന് വെച്ചാൽ, ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം അല്ലേ, ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ നമ്മൾക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഫസ്റ്റ് പോയത് 120, പിന്നെ 120 അല്ലേ? കാരണം വെച്ചാൽ 120 ഫസ്റ്റിൽ 60-ലും പിന്നത്തെ 120 40-ലും. ടൈം എന്ന് പറയുമ്പോൾ വെലോസിറ്റി, സ്പീഡ് എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ ടൈം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ 120/60 ഫസ്റ്റ് സ്പീഡ്, ഫസ്റ്റ് ടൈം, പിന്നെ 120/40. അപ്പോൾ 240 ഡിവൈഡ് ബൈ 2 + 3. അപ്പോൾ 240/5, ആൻസർ 48. ഇത് ഏകദേശം നമുക്കൊരു 30 സെക്കൻഡോളം എടുക്കും ഇങ്ങനെ ചെയ്യാൻ. പക്ഷേ കുറച്ചും കൂടി എളുപ്പം നമുക്കൊരു 10 സെക്കൻഡോടെ നമുക്ക് വേറെ രീതിയിൽ ഈ പ്രോബ്ലം ചെയ്യാം. അതായത് ഫോർമുല മെത്തേഡ് തന്നെയാണ്. നമുക്കൊരു ഡിസ്റ്റൻസ് സെയിം ആണ്. ഡിസ്റ്റൻസ് സ്പീഡാവുന്ന കേസിൽ നമ്മൾ മുന്നേ അറിയുന്നൊരു ഫോർമുല ഉണ്ട്. അത് ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പം 2uv/u+v. ഇത് ഡിസ്റ്റൻസ് സെയിം ആണെന്ന് മാത്രമേ എന്ത് ചെയ്യുക ഈ പരിപാടി നടക്കൂ. അപ്പോൾ ഇത് ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ 2 × u എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ സ്പീഡ്, പിന്നത്തെ 40 ഡിവൈഡ് ബൈ 100. അപ്പോൾ 24 × 2 48. ആൻസർ ബി, ആൻസർ എ. രണ്ടാമത്തെ ചോദ്യം. എക്സ്ക്ലൂഡിങ് സ്റ്റോപ്പേജ് ദ സ്പീഡ് ഓഫ് എ ബസ് ഈസ് 60, ഇൻക്ലൂഡിങ് സ്റ്റോപ്പേജ് 45. ഫോർ ഹൗ മെനി മിനിറ്റ്സ് ഡസ് ദ ബസ് സ്റ്റോപ്പ് പെർ ഹവർ? ഫോർ ഹൗ മെനി മിനിറ്റ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഫോർമുല ഉണ്ട്. അതായത് ബസ് സ്റ്റോപ്പ് ചെയ്യുന്നത്, ബസ് സ്റ്റോപ്പ് മിനിറ്റിലാണെങ്കിൽ, അതായത് എക്സ്ക്ലൂഡിങ് മൈനസ് ഇൻക്ലൂഡിങ് സ്റ്റോപ്പേജ് ഡിവൈഡ് ബൈ എക്സ്ക്ലൂഡിങ് ഇൻറ്റു 60. ഇത് മിനിറ്റിലായേണ്ടത് ഇൻറ്റു 60. മണിക്കൂറിലാണെങ്കിൽ ഈ 60ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 60 - 45 ഡിവൈഡ് ബൈ ഇ ആണേ, ഇൻറ്റു 60 തന്നെ. അപ്പോൾ എത്ര ഉത്തരം? 15 മിനിറ്റ്. മൂന്നാമത്തെ ചോദ്യം. എ ട്രെയിൻ റണ്ണിങ് അറ്റ് 72 km/h ക്രോസസ് എ പോൾ ഇൻ 15 സെക്കൻഡ്. ഫൈൻഡ് ദ ട്രെയിൻ ലെങ്ത്. നമുക്കറിയാം സ്പീഡ് എന്ന് പറയുമ്പം സ്പീഡ് ഓഫ് ട്രെയിൻ ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിന് ഡിവൈഡ് ബൈ ടൈം, ആ ക്രോസിങ് ടൈം. അപ്പോൾ ഇതിൽ വെച്ചാൽ ലെങ്ത്ത് പറയുമ്പോൾ ലെങ്ത്ത് കണ്ടുപിടിക്കേണ്ടല്ലേ. സ്പീഡ് എന്ന് പറയുമ്പോൾ 72 km/h ഇൻറ്റു 5/18 ചെയ്താൽ മീറ്റർ/സെക്കൻഡ്. അത് മീറ്റർ/സെക്കൻഡിൽ നിന്ന് km/h ആക്കാൻ വേണ്ടി ചെറുതെന്ന് വലുതിലേക്കല്ലേ, അപ്പോൾ ഇൻറ്റു വലിയ സംഖ്യ മേലെ. ഇനി ഇങ്ങോട്ടാണെങ്കിലോ ഇൻറ്റു 5/18. ചെറുതിലേക്ക് പോകുമ്പം ചെറുതിനെ കൊണ്ടില്ല മൾട്ടിപ്ലിക്കേഷൻ. ഈക്വൽ ടു, അപ്പോൾ സ്പീഡ് ഈക്വൽ ടു ലെങ്ത്ത് ബൈ ടൈം 15. അപ്പോൾ 20 × 15 300. ആൻസർ സി. നാലാമത്തെ ചോദ്യം. എ മാൻ ട്രാവൽസ് 360 km പാർട്ട്ലി അറ്റ് 60. മൊത്തം 360 ഉണ്ട്. ആദ്യത്തെ പാർട്ട് 60, പിന്നെ 40. അപ്പോൾ ഇത് ഡി എടുത്തു കഴിഞ്ഞാൽ, ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഇത് 360 - d. മൊത്തം ടൈം 7 മണിക്കൂർ. അപ്പോൾ ടോട്ടൽ ടൈം എന്ന് പറയുമ്പോൾ അത് ഇത്രേ ഉള്ളൂ. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ d1/v1 പ്ലസ് d2/v2. ഫസ്റ്റ് ഇത് പറയുമ്പം d/60 പ്ലസ് പിന്നെ 360 - d. അപ്പോൾ ഇതെന്ന് പറയുമ്പം 7 × 60 × 40 ഈക്വൽ ടു 40d - 60d - 20d പ്ലസ് അപ്പോൾ ഇത് മൈനസ് കഴിഞ്ഞാൽ 20d ഈക്വൽ ടു അപ്പോൾ d ഈക്വൽ ടു 250. അപ്പോൾ ചോദ്യം എന്ന് വെച്ചാൽ ഫൈൻഡ് ദ ബസ് ഡിസ്റ്റൻസ് ആണ്. ബസ് ഡിസ്റ്റൻസ് പറയുമ്പം ഈ ഏരിയ നമുക്ക് കിട്ടേണ്ടത് 360 - d, അപ്പോൾ 120. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. 2 trains 420 km apart
420 കിലോമീറ്റർ അപ്പാർട്ട്, ഒന്നിൻ്റെ സ്പീഡ് 50 മറ്റേതിൻ്റെ 55. അപ്പോൾ മൂവ്സ് ടുവേർഡ്സ് ഈച്ച് അതർ എന്നാണ് പറയുന്നത്. ഇവിടെ റിലേറ്റീവ് വെലോസിറ്റിൻ്റെ കൺസെപ്റ്റാണ്, റിലേറ്റീവ് സ്പീഡിൻ്റെ. റിലേറ്റീവ് സ്പീഡ് മൂവ്സ് ടുവേർഡ്സ് ഈച്ച് അതർ ആണെങ്കിൽ S1 + S2, ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ S1 - S2. അപ്പോൾ ഈ കേസിൽ മീറ്റിംഗ് ടൈമാണ് ചോദിച്ചത്. മീറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ ഈക്വൽ ടു ഡിസ്റ്റൻസ് അപ്പാർട്ട്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രെയിൻ ഡിവൈഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി. ഈ കേസിൽ S1 + S2 എന്തെന്ന് വെച്ചാൽ ടുവേർഡ്സ് ഈച്ച് അതർ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 420 ഡിവൈഡ് ബൈ 2 സ്പീഡ് 105. അപ്പോൾ ആൻസർ 4 മണിക്കൂർ. ആറാമത്തെ ചോദ്യം, ഇൻ കവറിങ് എ ഡിസ്റ്റൻസ് ഓഫ് 30 കിലോമീറ്റർ എ ടേക്സ് 2 hours മോർ ദാൻ ബി. എ ഡബിൾ സി സ്പീഡ്, എ ഡബിൾ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്? എ സ്പീഡ് 2 ഡബിൾ ചെയ്യുമ്പം ദെൻ ഹി വുഡ് ടേക്ക് 1 hour ലെസ് ദാൻ ബി. അപ്പോൾ ഇവിടെ 2 മണിക്കൂർ അധികവും പിന്നെ 1 മണിക്കൂർ കുറവും. അപ്പോൾ മൊത്തം എ ഡബിൾ ചെയ്യുന്ന സമയത്ത് 3 മണിക്കൂറിൻ്റെ ടൈമിൻ്റെ ഡിഫറൻസാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ സ്പീഡ് റേഷ്യോ ഓഫ് എ എടുത്തു കഴിഞ്ഞാൽ 1:2 അല്ലേ, 1 - 2 പോയി. അപ്പോൾ ടൈം റേഷ്യോ എത്രയായി? 2:1. കാരണം ഡിസ്റ്റൻസ് സെയിം ആണല്ലോ, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ ഡിഫറൻസ് എത്രയാണ്? 1 പാർട്ട്. 1 പാർട്ട് എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറാണ്? 3 മണിക്കൂർ. ഓക്കെ. അപ്പോൾ 2 പാർട്ടോ? 2 പാർട്ട് പറയുമ്പോൾ 6 മണിക്കൂർ. അപ്പോൾ 2 പാർട്ട് 6 മണിക്കൂർ ഇൻറ്റു ഈ സ്പീഡിൻ്റെ 1 പാർട്ട് ഈക്വൽ ടു എത്ര? 30 കിലോമീറ്റർ ചോദിച്ചു തന്നിട്ടുണ്ട്. 30 കിലോമീറ്റർ. അപ്പോൾ ഒരു പാർട്ട് എത്രയായി? 30/6, 5 km/h. ഇതെന്ന് സാധനം 1 പാർട്ട്, ഇതല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ എൻ്റെ സ്പീഡ് എത്രയായി? 5 km/h. മറ്റേ നോർമൽ മെത്തേഡാകുമ്പം കുറച്ച് ഫോർമുലേൻ്റെ ഒരു കാര്യം ഉണ്ടാവും. ഈ റേഷ്യോ മെത്തേഡാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാവും. എ ട്രെയിൻ 180 meter ലോങ് ക്രോസസ് അനദർ ട്രെയിൻ 220 meter ലോങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇൻ 10 seconds. ഒന്നിൻ്റെ സ്പീഡ് 54, ഫൈൻ ദി അതർ സ്പീഡ്. ഇവിടെ റിലേറ്റീവ് സ്പീഡിൻ്റെ കൺസെപ്റ്റാണ് ഇവിടെ. അതായത് 51 പ്ലസ് മറ്റേ ട്രെയിനിൻ്റെ സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ട്രെയിൻ 150 പ്ലസ് 220 ഡിവൈഡ് ബൈ ടൈം 10 സെക്കൻഡ്. ഇതിപ്പോൾ km/h ആയതുകൊണ്ട് ഇത് നമുക്ക് km/h ആക്കണം ഇൻറ്റു 18/5. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാം. 40 ഇൻറ്റു 18/5. അപ്പോൾ ഇത് 144. അപ്പോൾ ബി എന്ന് പറയുമ്പം 154 മൈനസ് 54. ആൻസർ 90. എട്ടാം ചോദ്യം, എ പേഴ്സൺ കവേഴ്സ് 1/3 ഡിസ്റ്റൻസ് അറ്റ് 20. ഫസ്റ്റ് 1/3 20-ലും പിന്നത്തെ 1/3 30, പിന്നത്തെ 1/3 60. അപ്പോൾ ആവറേജ് സ്പീഡാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ ഡിസ്റ്റൻസ് വീണ്ടും സെയിം ആണ്. വേണമെങ്കിൽ ഫോർമുല മെത്തേഡ് ഉപയോഗിക്കുക. ഫോർമുല മെത്തേഡ് എന്ന് പറയുമ്പം 3UVW ഡിവൈഡ് ബൈ UV പ്ലസ് VW പ്ലസ് UW. ഇതാണ് ആവറേജ് സ്പീഡ്. 3 ആൾ വന്നാൽ ഡിസ്റ്റൻസ് സെയിം ആണെന്നുള്ള കാര്യം മറക്കണ്ട. ഒന്നിക്ക് ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നോർമൽ മെത്തേഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഈ കേസിൽ 20, 30-ൻ്റെയും 60-ൻ്റെയും LCM എടുക്കുക. LCM എന്ന് പറയുമ്പോൾ 120. അപ്പോൾ ഡിസ്റ്റൻസ് 120, ഡിസ്റ്റൻസ് 360 കിലോമീറ്ററായിട്ട് അസ്യൂം ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് 120 കിലോമീറ്റർ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് പറയുമ്പം 360. ഫസ്റ്റത്തെ ടൈമോ? ഫസ്റ്റ് 1/3 എന്ന് പറയുമ്പോൾ 120 ഡിവൈഡ് ബൈ 20 പ്ലസ് 120 ഡിവൈഡ് ബൈ 30 പ്ലസ് 120 ഡിവൈഡ് ബൈ 60. 6 പ്ലസ് 4 പ്ലസ് 2. അപ്പോൾ 360 ഡിവൈഡ് ബൈ 12. ആൻസർ 30. 9-ാം ചോദ്യം, എ ട്രെയിൻ ക്രോസസ് എ പ്ലാറ്റ്ഫോം 300 meter ലോങ് ഇൻ 25 seconds ആൻഡ് എ പോൾ ഇൻ 10 seconds. ഫൈൻ ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ. നമുക്ക് സ്പീഡ് ഓഫ് ദ ട്രെയിൻ എന്ന് പറയുമ്പം എത്രയാണ്? ലെങ്ത് ഓഫ് ദ ട്രെയിൻ, പ്ലാറ്റ്ഫോം എന്നതിന് പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത്തും പിന്നെ പ്ലാറ്റ്ഫോം ലെങ്ത്ത് ഡിവൈഡ് ബൈ അത് ക്രോസ് ചെയ്യാനുള്ള ടൈം. അതുതന്നെയാണ് എന്ത് ഈക്വൽ ടു പോളിൻ്റെ കേസിൽ. പോൾ എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് ദ ട്രെയിൻ,
പോളിൻ്റെ ടൈം, ഇത് പോള്, ഇത് പ്ലാറ്റ്ഫോം. അപ്പോൾ ഈ ഇവിടെ തന്നിട്ട് ലെങ്ത് ഓഫ് ദ ട്രെയിൻ നമുക്ക് കണ്ടുപിടിക്കണം. L പ്ലസ് പ്ലാറ്റ്ഫോം ലെങ്ത്ത് 300 ഡിവൈഡ് ബൈ 25 ഈക്വൽ ടു ലെങ്ത് ഓഫ് ദ ട്രെയിൻ ഡിവൈഡ് ബൈ 10. അപ്പോൾ ഈ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2L പ്ലസ് അപ്പോൾ 3L ഈക്വൽ ടു 600, L എന്ന് പറയുമ്പം 200. അതിവിടെ ഇട്ട് കഴിഞ്ഞാൽ 200 ഡിവൈഡ് ബൈ 10, അപ്പോൾ 20 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 18/5 ചെയ്ത് കഴിഞ്ഞാൽ കിലോമീറ്റർ പെർ അവർ കിട്ടും, 72. ആൻസർ ഡി. എ ട്രെയിൻ ലീവ്സ് സ്റ്റേഷൻ എ അറ്റ് 6 AM. അപ്പോൾ ഇതിപ്പോൾ സ്റ്റേഷൻ എ അറ്റ് 6 AM ടുവേർഡ്സ് സ്റ്റേഷൻ ബി. ഇത് സ്റ്റേഷൻ ബി അറ്റ് 60 കിലോമീറ്റർ പെർ അവറിലാണ് ഫസ്റ്റ് ട്രെയിൻ പോകുന്നത്. അനദർ ട്രെയിൻ ലീവ് സ്റ്റേഷൻ ബി അറ്റ് 8 AM and travels towards station A at a constant speed of 90. The distance between two stations is 540. ഇത് 540. At what time will the train meet? രണ്ട് മീറ്റ് ചെയ്യുന്ന ടൈം. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇത് 6 മണിക്കും ഇത് 8 മണിക്കാണ് പോകുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക, അതായത് 2 മണിക്കൂർ. 8 AM മൈനസ് 6 AM 2 മണിക്കൂറാണ്. അപ്പോൾ 2 മണിക്കൂർ ഫസ്റ്റ് ട്രെയിൻ ഏതാണ്? ഇതല്ലേ. അപ്പോൾ 2 മണിക്കൂറിന് ഈ ഫസ്റ്റ് ട്രെയിൻ പോകുന്ന എത്രയായി? ഡിസ്റ്റൻസ് എത്ര? 2 × 60, അപ്പോൾ 120 കിലോമീറ്റർ. അപ്പോൾ 2 മണിക്കൂറുണ്ട് ഈ സാധനം, ഈ ട്രെയിൻ 120 കിലോമീറ്റർ കടന്നു. അപ്പം ബാക്കി കിലോമീറ്റർ എത്ര? 540 മൈനസ് 120, അപ്പോൾ 420. ഈ 420, അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു മീറ്റിംഗ് ടൈമാണ്. മീറ്റിംഗ് ടൈം എന്ന് പറയുമ്പം ആ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അവർ ഡിവൈഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ ഈ കേസിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നമ്മൾ എത്രയും 420 ഡിവൈഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി 60 പ്ലസ് 90. അപ്പോൾ 420 ഡിവൈഡ് ബൈ 150. അപ്പോൾ ഇത് രണ്ട് ക്യാൻസൽ ചെയ്യാം. ഇത് പറയുമ്പോൾ 2 മണിക്കൂറും പിന്നെയുള്ള എത്രയാണ്? 30, 12 ഡിവൈഡ് ബൈ 15. അപ്പോൾ ഇതിൻ്റെ 60 കൊടുത്താൽ അപ്പോൾ 48. അപ്പോൾ 2 മണിക്കൂറും 48 മിനിറ്റിന് ശേഷം, അപ്പോൾ 8 മണിയായി ഇവിടെ ആയി. 8 മണിക്ക് പിന്നെ അതിന് ശേഷം 2 മണിക്കൂറും 48 മിനിറ്റ്. അപ്പോൾ 10 AM 10:48 ആൻസർ ബി.